വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണുകൾ. അതുകൊണ്ട് കണ്ണുകളുടെ സംരക്ഷണം വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നു. കണ്ണുകളുടെ ഉള്ളിൽ ഇളം ചൂടുള്ള നെയ്യ് കെട്ടി നിർത്തുന്ന ചികിത്സയാണ് നേത്രതർപ്പണം അല്ലെങ്കിൽ അക്ഷിതർപ്പണം. നേത്രബസ്തി എന്നും ഇതിന് പറയുന്നു. നേത്രതർപ്പണം ആർക്കൊക്കെ ചെയ്യുന്നു? ഇത് ആരോഗ്യമുള്ള ആളുകളുടെ കണ്ണുകളിലും അതുപോലെ തന്നെ അസുഖമുള്ള ആളുകൾക്കും ചെയ്തു വരുന്ന ഒരു ചികിത്സയാണ്. കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നേത്രതർപ്പണം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കണ്ണുകൾക്ക് വളരെയധികം നറിഷിംഗ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അക്ഷിതർപ്പണം. അതുകൊണ്ട് കണ്ണുകളുടെ സ്ട്രെയിൻ കുറയുന്നു, കണ്ണിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ കണ്ണുകളുടെ ചുറ്റുമുള്ള മസിലുകൾക്ക് ബലം കൂട്ടാനും ഇത് സഹായിക്കുന്നു. കണ്ണുകളുടെ കാഴ്ചക്കുറവ് സംബന്ധിക്കുന്ന അസുഖങ്ങൾ, അതുപോലെ തിമിരം, ഇതൊക്കെ ഏർലി സ്റ്റേജിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അക്ഷിതർപ്പണം സഹായിക്കുന്നു. അതുപോലെ കാഴ്ചയ്ക്ക് സഹായമായിട്ടുള്ള ഓപ്റ്റിക് നെർവിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും നേത്രതർപ്പണം സഹായിക്കുന്നു. പിന്നീട് വരുന്നത് കണ്ണിന് താഴെയുള്ള ഡാർക്ക് സർക്കിൾസ്, ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നേത്രതർപ്പണം വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ സമയം കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം, കൂടുതൽ മൊബൈൽ നോക്കിയൊക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോക്കി ജോലി ചെയ്യുന്നവർ, സ്റ്റുഡൻസ്, ഇവർക്കൊക്കെ ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്ന രീതിയിലും നേത്രതർപ്പണം ചെയ്യാവുന്നതാണ്. ഇനി നേത്രതർപ്പണം ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥകൾ, അത് കണ്ണിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റെഡ്നെസ്, പിന്നെ ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള സർജറി കഴിഞ്ഞവർക്ക്, ഇവർക്കൊന്നും നേത്രതർപ്പണം ചെയ്യാൻ പാടുള്ളതല്ല. ഇനി നേത്രതർപ്പണം ചെയ്യുന്ന വിധം, ഇതിനു വേണ്ടിയിട്ട് നസ്യം, വിരേചനം തുടങ്ങിയ ശോധനക്രിയകൾക്ക് ശേഷമാണ് നേത്രതർപ്പണം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് പോലെ കണ്ണിന് ചുറ്റുമുള്ള ഏരിയ ലൈറ്റായിട്ട് മസാജ് ചെയ്ത് അതുപോലെ ചെറുതായിട്ട് ഒരു ചൂട് പിടിപ്പിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഉഴുന്നുമാവും വെള്ളവും ഉപയോഗിച്ചിട്ട് ഒരു കട്ടിയുള്ള മാവ് ആദ്യം തയ്യാറാക്കുന്നു. ഇത് കണ്ണുകൾക്ക് ചുറ്റും ഒരു തടം പോലെ കെട്ടി നിർത്തുന്നു. ഇതിലേക്കാണ് ഇളം ചൂടുള്ള നെയ്യ് നേത്രതർപ്പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കുന്നത്. ഇത് ഒരു നിശ്ചിത സമയം വരെ ഇത് കെട്ടി നിർത്തുന്നു. അതിനുശേഷം കണ്ണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാനായിട്ട് പറയുന്നു. ഈ ഒരു പ്രൊസീജിയർ ഒരു 30 മിനിറ്റ്സ് തൊട്ട് ഒരു 40 മിനിറ്റ്സ് വരെ ഡ്യൂറേഷൻ ഉള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഈ ഒരു തർപ്പണം ചെയ്തു കഴിഞ്ഞാൽ കണ്ണിന് വളരെയധികം നറിഷിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വിഷൻ ക്ലിയർ ചെയ്യാനും പഠിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നവർക്കുമൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ.